ഇന്നത്തെ ഓണം ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മധുരക്കറി എന്ന് പറയും. അതിനായിട്ട് ഞാൻ പൈനാപ്പിൾ വാങ്ങിയപ്പോൾ എനിക്ക് അധികം പഴുക്കാത്തൊരു പൈനാപ്പിളാണ് കിട്ടിയത്. നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ വാങ്ങുക. അതും ഫുള്ളായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറച്ച് കറി മാത്രം മതിയല്ലോ. കുറേ കറികളുണ്ടാക്കി നമുക്ക് വേസ്റ്റ് ആകും. അപ്പോൾ നമ്മളൊരു കാൽ ഭാഗം മാത്രം എടുത്തു. അത് നന്നായി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് വേവുന്ന സാധനമല്ല പൈനാപ്പിൾ, കുറച്ച് സമയം പിടിക്കും. അപ്പോൾ കുക്കറിൽ വേണമെങ്കിൽ വേവിക്കാം. ഞാൻ കുക്കറിൽ വേവിച്ചില്ല, ഞാൻ ചട്ടിയിലാണ് വേവിച്ചത്. അതുകൊണ്ട് എനിക്ക് കുറച്ചധികം സമയം എടുത്തു. അപ്പോൾ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ വേവിക്കാൻ, ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചത്. അതിനുശേഷം ഞാനൊരു ചട്ടിയിലേക്ക് പൈനാപ്പിൾ ഇട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളം, ഈ പൈനാപ്പിൾ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് വേവിക്കാനിട്ടു. ഈ സമയത്ത് വേപ്പിലും ചേർക്കാൻ ഞാൻ മറന്നുപോയി. എന്നിട്ട് മൂടി വെച്ചിട്ട് ഞാൻ വേവിച്ചു. അപ്പോൾ പരമാവധി എല്ലാവരും കുക്കറിലിടുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. എൻ്റെ ഉടയാത്ത കാരണം ഞാൻ നന്നായിട്ട് ടീസ്പൂൺ വെച്ചിട്ട് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ മാറ്റി വെച്ച കടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് മാറ്റി വെച്ച പൈനാപ്പിൾ ഞാൻ അതിലേക്കിട്ട് ഒന്നുകൂടി വേവിച്ചു. അതിലേക്ക് ഒരു അര ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട് മധുരത്തിനായിട്ട്. അപ്പോൾ എൻ്റെ പൈനാപ്പിൾ കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ അധികം മധുരമില്ലാത്തവർക്കാണെങ്കിൽ ഒരു ശർക്കരയൊക്കെ ചേർക്കാം. അതിനുശേഷം അതിലേക്കുള്ള അരപ്പായിട്ട് നാളികേരം, 2 പിടി നാളികേരവും ചെറുജീരകവും 3 പച്ചമുളകും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു. അത് ഈ പൈനാപ്പിളിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതിലേക്ക് ചേർന്ന് അതിന് ശേഷം മാത്രം 1/2 കപ്പ് 3-4 ടീസ്പൂണ് തൈര്, നല്ല കട്ട തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അധികം പുളിയില്ല. അത് നന്നായി മിക്സ് ആയതിനു ശേഷം ഞാൻ നല്ല മധുരമുള്ള മുന്തിരി ഇട്ടിട്ടുണ്ട്. പഴം ചേർക്കാം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്കുള്ള താളിച്ച് ഒഴിക്കാം.